നമസ്കാരം. ഈശ്വരവിശ്വാസികളായ എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഭാരതീയ സംസ്കൃതിയിൽ ജ്യോതിഷമെന്നത് കേവലം ഒരു പ്രവചനശാസ്ത്രമല്ല, മറിച്ച് മനുഷ്യജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ വെളിച്ചം വീശുന്ന ഒരു വഴികാട്ടിയാണ്. കാലാകാലങ്ങളിൽ ആകാശമണ്ഡലത്തിൽ സംഭവിക്കുന്ന ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും സൂര്യചന്ദ്രന്മാരുടെ സഞ്ചാരപഥങ്ങളും നമ്മുടെ ഭൂമിയും അതിലെ ജീവജാലങ്ങളെയും നിരന്തരം സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിലെ വലിയൊരു ഊർജ്ജമാറ്റത്തിൻ്റെ ഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ഈയൊരു പശ്ചാത്തലത്തിലാണ് ഇന്ന് നാം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള, അത്രമേൽ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ഒരു കറുത്ത വാവാണ് ഇനി വരാനിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ജൂൺ മാസം 15-ാം തീയതി, അതായത് നമ്മുടെ മലയാള മാസക്കണക്ക് പ്രകാരം മിഥുനമാസം 1-ാം തീയതിയാണ് ഈ പ്രധാനപ്പെട്ട കറുത്ത വാവ് വരുന്നത്. ഈ ദിവസം പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചില പ്രത്യേക നക്ഷത്രക്കാരെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന് നമ്മൾ വളരെ വിശദമായി പരാമർശിക്കുന്നുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ കറുത്ത വാവിൻ്റെ യഥാർത്ഥ പ്രാധാന്യവും അതിൻ്റെ ഒരു ദോഷവശവും, അതായത് അതിൻ്റെ ഒരു ഇരുണ്ട വശവും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് മുതിർന്നവർക്കിടയിൽ, പ്രഭാകരൻ, ദിവാകരൻ അല്ലെങ്കിൽ ഭാസ്കരൻ എന്നൊക്കെയുള്ള പേരുകൾ നാം ഒരുപാട് പ്രാവശ്യം കേട്ടുകാണും. എന്താണ് ഈ പേരുകളുടെ പിന്നിലുള്ള യഥാർത്ഥ പൊരുൾ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്ക് നിശ്ചയമില്ല. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി നാം അത് ചുരുക്കി പറയാം. പ്രഭയെ അഥവാ പ്രപഞ്ചത്തിൻ്റെ വെളിച്ചത്തിൻ്റെ തൻ്റെ തൃക്കൈയിൽ ധരിച്ചിരിക്കുന്ന സൂര്യനാരായണൻ്റെ, മഹാവിഷ്ണുവിൻ്റെ ചൈതന്യത്തെയാണ് ഈ നാമങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ സൂര്യനിലാണ്. അങ്ങനെയുള്ള സൂര്യദേവൻ്റെ മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ ഇരുട്ട് നിറയും. ഒരു കറുത്ത വാവ് ദിവസമാണ് ഈ വരുന്ന മിഥുനം 1. അതുകൊണ്ടാണ് ഈ ദിവസത്തിന് ഇത്രയും പ്രാധാന്യം കൈവരാൻ കാരണം. മാത്രവുമല്ല, ഈ പറഞ്ഞ 3 പേരുകൾക്കും മറ്റൊരു പ്രാധാന്യം കൂടെയുണ്ട്. അതുകൂടി നാം ഇവിടെ വ്യക്തമാക്കാം. അത് നിങ്ങൾ കേട്ടാൽ ഉറപ്പായി നിങ്ങളത് അംഗീകരിച്ച് തന്നേ മതിയാവുകയുള്ളൂ. കാരണം ഈ പേരുള്ള ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ പേരിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്നുള്ള ആ ഒരു വാസ്തവം. നാം ഇത്തരം പേരുള്ള അനേകം ആളുകളെ എൻ്റെ സ്വന്തം ജീവിതത്തിൽ നിരീക്ഷണ വിധേയമാക്കിയിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഞാൻ അവരെ നിരീക്ഷിച്ചു. അവരെല്ലാവരും തന്നെ അവരുടെ ജീവിതയാത്രയിൽ വളരെ ഉന്നത ചിന്താഗതിയുള്ളവരും നല്ല ഉത്തമമായ പുരുഷകേസരികളും ആയിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഈ സമയം അമൃതിന് തുല്യമായിട്ടുള്ള ഒരു പ്രവചനം ഞാൻ പറയാം. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിച്ചാൽ നിങ്ങൾ എവിടെ പോയാലും ഉറപ്പായിട്ടും രക്ഷപ്പെട്ടിരിക്കും. നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ അമൂല്യമായ ഒന്നിനെ സ്വന്തമാക്കാൻ അത്ര പെട്ടെന്നൊന്നും സാധിക്കില്ല. അതിന് കഠിനമായ ശ്രമവും ക്ഷമയും ആവശ്യമാണ്. എന്നാൽ ശുഷ്കമായ ഒന്നിനെ സ്വന്തമാക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഒട്ടും ആയാസപ്പെടാതെ അത് നമുക്ക് നമ്മുടെ ചാരെ വന്നു ചേരും. അതിന് 2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഒന്നൊരു നല്ല ജോലിയാണ്, രണ്ടാമത്തേത് ഒരു ഉത്തമ സുഹൃത്ത്. നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. മുഖസ്തുതികൾ പാടി നിങ്ങളെ വശത്താക്കുന്ന ആളല്ല ഈ പറഞ്ഞ ഉത്തമ സുഹൃത്ത്. പകരം നിങ്ങൾ അയാളിൽ പരിചയപ്പെടുന്ന ആ ഒരു നിമിഷം മുതൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അന്നത്തെ നിങ്ങളോടുള്ള ആ ഒരു നിലപാടിൽ ഒരു മാറ്റവുമില്ലാതെ നിങ്ങൾ എന്താണോ അങ്ങനെ തന്നെ നിങ്ങളെ ഉൾക്കൊള്ളുന്ന ആ വ്യക്തിയാണ് ഈ പറഞ്ഞ ഉത്തമ സുഹൃത്തുക്കൾ. പ്രിയപ്പെട്ടവരെ, നാം ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഈ പറഞ്ഞ ദിവസം, അതായത് മിഥുനം 1-ാം തീയതി വരുന്ന അമാവാസി ദിവസം മനസ്സിരുത്തി ചില കാര്യങ്ങൾ ചെയ്താൽ, അല്ലെങ്കിൽ മനസ്സിരുത്തി ചില ഉറച്ച തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എടുത്താൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്ന ഒരു ശുഭമുഹൂർത്തമായിരിക്കും ഈ പറഞ്ഞ കറുത്ത വാവ് അല്ലെങ്കിൽ അമാവാസി ദിവസം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ടുകൊണ്ട് മിഥുനരവി സംക്രമവും ഒപ്പം കറുത്തവാവ് അമാവാസിയും ഒരേ സമയം ഈ ദിവസം ഒത്തുചേരുന്നു. സാധാരണ കറുത്തവാവ് ദിവസങ്ങളെ ജ്യോതിഷത്തിൽ വലിയൊരു ദോഷമായിട്ടാണ് നാം പൊതുവെ കണക്കാക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും ഇതിൽ നല്ല വശങ്ങളും തീർച്ചയായിട്ടുമുണ്ട്. ജ്യോതിഷപ്രകാരം ആത്മാവിൻ്റെ കാരകനായ സൂര്യനും മനസ്സിൻ്റെ കാരകനായ ചന്ദ്രനും ഒരേ രാശിയിൽ ഒരേ ഡിഗ്രിയിൽ ഒത്തുചേരുന്ന ആ ഒരു സമയമാണ് ഈ പറഞ്ഞ അമാവാസി എന്ന് പറയുന്നത്. അതുപ്രകാരം ഈ വരുന്ന മിഥുനമാസം 1-ാം തീയതി സൂര്യനും ചന്ദ്രനും മിഥുനൻ രാശിയിലാണ് ഒത്തുചേരാൻ പോകുന്നത്. അപ്പോൾ അതുപ്രകാരം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ചന്ദ്രൻ സൂര്യനോട് ഇത്രയും അടുത്തു ചേരുമ്പോൾ പ്രപഞ്ചത്തിലെ കാന്തിക തരംഗങ്ങളിലും നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള ഊർജ്ജ വ്യതിയാനങ്ങൾ തീർച്ചയായിട്ടും സംഭവിക്കുന്നതായിരിക്കും. ഇതുകൂടാതെ ഇപ്പോഴത്തെ ഗ്രഹങ്ങളുടെ ആ ഒരു ഗ്രഹസ്ഥിതി കൂടി നാം ഇതിനോടൊപ്പം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം കർമ്മകാരകനായ ശനിദേവൻ മീനൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് നിലകൊള്ളുന്നത്. ഈ പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനം മിഥുനൻ രാശിയിൽ നടക്കുന്ന ഈ അമാവാസി യോഗവും ഒത്തുചേരുമ്പോൾ ജ്യോതിഷ കണക്കുകൂട്ടലുകൾ പ്രകാരം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രപഞ്ചോർജം സ്വാധീനിക്കാൻ പോകുന്ന, അതിപ്പോൾ പോസിറ്റീവ്
ആകാം, നെഗറ്റീവ് ആകാം. അങ്ങനെ സ്വാധീനിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഇതുമൂലം സംഭവിക്കപ്പെടാൻ പോകുന്ന 7 നക്ഷത്രക്കാരെ കുറിച്ചാണ് നാം ഇന്നിവിടെ പരാമർശിക്കാൻ പോകുന്നത്. നമ്മുടെയെല്ലാം പ്രശ്നം എന്തെന്ന് വെച്ചാൽ, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കായാലും ഇനി സ്വന്തം ജീവിതത്തിലേക്കായാലും നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുമ്പോൾ നാം അതിനെ നെഗറ്റീവായാണ് സമീപിക്കുക. ഇതെല്ലാം വെറുതെയാണ്, ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയും. എന്നാലാകട്ടെ നമ്മുടെ ചുറ്റുപാടും നിത്യേന പല മാറ്റങ്ങളും സംഭവിക്കുന്നു. പല വ്യക്തികളുടെ ജീവിതത്തിലും വലിയ ഉയർച്ചകളും വലിയ രീതിയിലുള്ള മാറ്റങ്ങളും സംഭവിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് നാം പറയുക ഒന്നും സംഭവിക്കുന്നില്ല എന്ന്. നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാം ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. എത്ര ആളുകളാണ് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് ഉയർച്ചകൾ കൈവരിച്ചത്. എത്രയോ ധനികർ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയ സംഭവമുണ്ട്. അത്തരത്തിൽ മാറ്റത്തിന് അതീതം തന്നെയാണ് ഈ പ്രപഞ്ചം. അത്തരത്തിലൊരു മാറ്റം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ അത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കാത്തത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ കടന്നുകൂടുന്ന കണ്ണേറ്, പ്രാക്ക്, ശത്രുദോഷം, മറ്റ് ആഭിചാര ക്രിയകളിലൂടെയെല്ലാം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവ് ഊർജ്ജം കടന്നു വരാം. ആ നെഗറ്റീവ് ഊർജ്ജം നിങ്ങൾക്ക് കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഒരു നെഗറ്റീവായാണ് തോന്നുക. അത്തരത്തിലാണ് ഇത്ര ശുഭകാര്യങ്ങൾ കേൾക്കുമ്പോൾ പോലും നിങ്ങൾക്ക് നെഗറ്റീവായി തോന്നുന്നത്. ഇന്ന് നാം സമൂഹത്തിൽ കാണുന്ന പല അക്രമങ്ങൾക്കും പ്രതിസന്ധികൾക്കും ദുരിതങ്ങൾക്കും കാരണം ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ്. ഒരുപക്ഷെ ഒരു സാധുവായ മനുഷ്യനെ പോലും വലിയ ദുഷ്ടനാക്കി മാറ്റും ഈ നെഗറ്റീവ് ഊർജ്ജം. തെറ്റുകൾ ചെയ്ത ശേഷം അവർക്ക് പശ്ചാത്താപമുണ്ടാവും. എന്നാലും അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് ഇത്തരം ദുഷ്ടശക്തികൾ തന്നെയാണ്. ഇത്തരം ദുഷ്ടശക്തികളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനായി ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും വരുന്ന മിഥുന സംക്രമ ദിവസവും നടക്കുന്ന നമ്മുടെ ശക്തിയേറിയ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുക. ഇതിനായി നിങ്ങളുടെ പേരും നാളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളും ഇല്ലാതായി സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പത്തും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു. അതുകൂടാതെ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളിലും ബന്ധുമിത്രാദികളിലും ധാരാളം ഉണ്ടാവും. അവരിലേക്ക് ഒരുപക്ഷെ ഈ അധ്യായം എത്തണമെന്നില്ല. ഭഗവാന്റെ അനുഗ്രഹവും ചൈതന്യവും ഉള്ളതുകൊണ്ടാണ് ഇത്തരം അധ്യായങ്ങളും സന്ദേശങ്ങളും നിങ്ങളിൽ എത്തുന്നത്. അത് മറ്റുള്ളവർക്കായി നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിസ്വാർത്ഥമായ മനസ്സും നിഷ്കളങ്കമായ പ്രവൃത്തിയും തന്നെയാണ് ഈ പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. ഈ ഒരു അധ്യായം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഓം നമഃ ശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഭഗവാന്റെ നാമം ഉരുവിടുന്നത് പോലും നിങ്ങളുടെ ദുഷ്ടശക്തികളുടെ കൈകളിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് സഹായിക്കും. ഇനി ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ പട്ടികയിലേക്ക് ആദ്യം തന്നെ വരുന്നത് മിഥുനം രാശിയിലെ മകൈര്യം നക്ഷത്രമാണ്. കറുത്ത വാവിൻ്റെ ദിവസം ഭൂരിഭാഗ സമയവും മകൈര്യ നക്ഷത്രമാണ് നിലനിൽക്കുന്നത്. നിങ്ങളുടെ കൂറിലാണ് ഈ വലിയ സംക്രമവും അമാവാസ്യയും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മകൈര്യ നക്ഷത്രക്കാർക്ക് ഈ സമയം സമ്മിശ്ര ഫലമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ഔദ്യോഗിക മേഖലകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ ചെയ്യുന്ന നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ വിചാരിക്കാത്ത ചില തടസ്സങ്ങളോ പൊടുന്നനെ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളോ തീർച്ചയായിട്ടും ദൃശ്യമാകും. മാനസികമായി ചെറിയൊരു രീതിയിലുള്ള അസ്വസ്ഥതകൾ ഈ ദിവസം അനുഭവപ്പെടും. ഉറപ്പായിട്ടും സാധ്യത കാണുന്നുണ്ട്. എന്നാൽ അതിൽ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ശനിയും രാഹുവിൻ്റെയും അനുകൂല ദൃഷ്ടികൾ നിങ്ങൾക്ക് ആ സമയം ഉള്ളതിനാൽ നിങ്ങൾ വിചാരിച്ചതിലും വേഗത്തിൽ ഈ തടസ്സങ്ങളെല്ലാം മാറി എല്ലാം ശുഭകരമായി തീരും. എന്നിരുന്നാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒഴിവാക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഈ ദിവസങ്ങളിൽ നടത്താതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. മാത്രമല്ല ഈ ദിവസം നിങ്ങൾ ദൈവാനുഗ്രഹത്തിനായിട്ട് സാധാരണ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഒരല്പം കൂടി കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ ഈ ദിവസം തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കാത്ത വലിയൊരു വഴിത്തിരിവ് തീർച്ചയായിട്ടും അമാവാസിക്ക് ശേഷം നിങ്ങളെ തേടിയെത്തും. നിങ്ങൾക്ക് അമൂല്യമായ പല വസ്തുക്കളും ലഭിക്കാൻ യോഗം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശുഭകരമായ പല കാര്യങ്ങളും സംഭവിക്കും. നിങ്ങൾ ജാഗ്രതയോടുകൂടിയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ മുന്നേറ്റത്തിൻ്റെ സമയമാണെന്നുള്ള ചിന്താഗതിയോടുകൂടിയും മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാവും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ദിക്കിൽ നിന്ന് നിങ്ങൾക്ക് പല വലിയ കാര്യങ്ങളും സ്വന്തമാക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ മുതൽക്കൂട്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോവുക. ഇനി രണ്ടാമതായി നാം ഏറെ ശ്രദ്ധിക്കേണ്ട നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. മകൈര്യം നക്ഷത്രത്തിന് ശേഷം അന്ന് വരുന്നത് തിരുവാതിര നക്ഷത്രമാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഈ അപൂർവ സംഗമം നിങ്ങളുടെ മനസ്സിൽ വളരെ പെട്ടെന്ന് സ്വാധീനിച്ചേക്കാം എന്നല്ല, സ്വാധീനിക്കും എന്നു തന്നെ പറയാൻ സാധിക്കും. കാരണം അനാവശ്യമായ ഭയമോ ആശയക്കുഴപ്പങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ ഉറപ്പായിട്ടും സാധ്യതയുള്ള ദിവസമാണ് ഈ ദിവസം. പ്രത്യേകിച്ചും കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ വാക്കുകൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എന്നാൽ സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ഈ കറുത്ത വാവിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ധനയോഗത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രപഞ്ചം അല്ലെങ്കിൽ ഈശ്വരശക്തി ഒരുക്കി തന്നിരിക്കും. തടസ്സപ്പെട്ടു കിടന്നിരുന്ന പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് നടന്നു കിട്ടുന്ന ആ ഒരു അത്ഭുതം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കും. നെഗറ്റീവ് ചിന്തകളെ മാറ്റി നിർത്തി പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ പ്രതിസന്ധിയെ നിങ്ങളൊരു അനുഗ്രഹമാക്കി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ അമൂല്യ വസ്തുക്കൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നതിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. ജീവിതത്തിൽ മുന്നേറ്റ സമയമാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. ഈ പട്ടികയിലെ മൂന്നാമത്തെ നക്ഷത്രം ചന്ദ്രൻ്റെ സ്വന്തം നക്ഷത്രമായ രോഹിണി നക്ഷത്രമാണ്.
ചന്ദ്രന് ക്ഷീണം വരുന്ന സമയമാണ് ഈ പറഞ്ഞ അമാവാസി എന്ന് പറയുന്നത്. ഇത് ചന്ദ്രൻ്റെ സ്വന്തം നക്ഷത്രം ആയതുകൊണ്ട് തന്നെ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ദിവസം ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ഉണ്ടാവണം. ആരോഗ്യകാര്യത്തിൽ ക്ഷയം സംഭവിക്കാൻ സാധ്യത വളരെയധികമായ സമയമാണ്. പ്രത്യേകിച്ചും യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ലളിതമായ ആഹാര രീതികൾ ആയിരിക്കണം ഈ ദിവസങ്ങളിൽ പിന്തുടരേണ്ടത്. മാനസികമായി എന്തോ ഒരു ഭാരം നിങ്ങളെ അലട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കൂടെ തോന്നിയേക്കാം. എന്നാൽ ബിസിനസ് രംഗത്തോ അല്ലെങ്കിൽ കച്ചവട രംഗത്തോ പ്രവർത്തിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ദിവസത്തിന് ശേഷം അപ്രതീക്ഷിതമായി വലിയ രീതിയിലുള്ള പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും വന്നു ചേരും. നിങ്ങളെ തകർക്കാൻ ശ്രമിച്ച പലരും നിങ്ങളുടെ മുന്നിൽ പരാജയപ്പെടുന്ന ആ ഒരു കാഴ്ച നിങ്ങൾക്ക് ഈ സമയത്ത് കാണാൻ സാധിക്കും. അതായത് ഈ കറുത്തവാവ് ദിവസമോ അത് കഴിഞ്ഞിട്ടുള്ള ദിവസത്തിലോ നാം ഈ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല നല്ല ദൈവികമായ ചിന്തകളോടുകൂടി ഈ ദിവസത്തെ നിങ്ങൾ വരവേറ്റാൽ വലിയ കാര്യമായിട്ട് പ്രഹരം ഏൽക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങളെ പ്രഹരിക്കാൻ ശ്രമിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഏൽക്കുന്ന ആ ഒരു നെഗറ്റീവ് ഊർജ്ജം അത് നേരെ അവരിലേക്ക് വഴിതിരിഞ്ഞു പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. ഇനി നാലാമതായി നമുക്ക് കിട്ടിയിരിക്കുന്ന നക്ഷത്രം പൂയം നക്ഷത്രമാണ്. ശനിയുടെ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ആ ഒരു സമയമാണ് ഈ പറഞ്ഞ ദിവസം. കുംഭത്തിലെ രാഹുവിൻ്റെയും മിഥുനത്തിലെ അമാവാസിയുടെയും പശ്ചാത്തലത്തിൽ പൂയ നക്ഷത്രക്കാർക്ക് കടബാധ്യതകൾ തീർക്കാൻ വഴികൾ ഉറപ്പായിട്ടും തെളിഞ്ഞു വരും. അതായത് ഈ ഒറ്റ ദിവസം കൊണ്ട് തെളിഞ്ഞു വരും എന്നല്ല, അമാവാസി ദിവസമോ അത് കഴിഞ്ഞിട്ടുള്ള ദിവസമോ ഉറപ്പായിട്ടും അതിനൊരു വഴിയുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിലും ഈ കറുത്തവാവ് ദിവസം അനാവശ്യ ചിലവുകൾ നിങ്ങളെ തേടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും നിങ്ങൾ പണം കൊടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നതോ ഈ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കണം. അതുപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ മുൻപിൽ വന്നു പെട്ടേക്കാം. അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനാ ബലത്താൽ വലിയൊരു ദൈവാനുഗ്രഹം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ദൈവാനുഗ്രഹം പരമാവധി നേടിയെടുക്കാൻ തീർച്ചയായും ശ്രമിക്കുക. അതായത് ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കുമെങ്കിൽ പുലർച്ചെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അമൂല്യമായ പലതും വന്നു ചേരുന്ന സമയം തന്നെയാണ്. അതുകൊണ്ട് നാം പരാമർശിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. ഇനി അഞ്ചാമതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മേടക്കൂറിലെ അശ്വതി നക്ഷത്രക്കാരെയാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുംഭത്തിലെ രാഹുവിൻ്റെ സ്ഥാനവും ഈ അമാവാസി യോഗവും കാരണം വിദേശ യാത്രകൾക്കോ അല്ലെങ്കിൽ ദൂരദേശ യാത്രകൾക്കോ ഉള്ള നിങ്ങളുടെ ഒരുക്കങ്ങൾ അത് ശുഭകരമായി തീരുക തന്നെ ചെയ്യും. അനുകൂലമായ വാർത്തകളാണ് അതിന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കാരണം അമാവാസി നിങ്ങൾക്ക് ഗുണം ചെയ്യുകയാണ്. എന്നാൽ തൊഴിൽ മേഖലകളിൽ സഹപ്രവർത്തകരുമായി ചെറിയ രീതിയിലുള്ള മത്സരങ്ങളോ തർക്കങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ശത്രുശല്യം വർദ്ധിക്കുന്നത് പോലെ തോന്നുമെങ്കിലും ചിങ്ങത്തിലെ കേതുവിൻ്റെ അനുകൂല ഭാവം കാരണം ശത്രുക്കൾ നിങ്ങളെ ഒന്നും ചെയ്യില്ലെന്ന് മാത്രമല്ല, അവർ തനിയെ, അതായത് നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ അവർ ഒഴിഞ്ഞു പോയിക്കൊള്ളും. ഇപ്പോൾ ഈ ദിവസം അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുന്നതാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല അമൂല്യമായ കാര്യങ്ങളും വന്നു ചേരും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. സാധ്യമാവുകയാണെങ്കിൽ പുലർച്ചെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇനി 6, 7 വരുന്നത് മകയിരം പൂരുരുട്ടാതി നക്ഷത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സമാനമായ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളൊരൽപ്പം ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക. എന്നിരുന്നാലും നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വലിയ സൗഭാഗ്യങ്ങൾ കൂടെ കടന്നു വരുന്ന സമയമാണ്. അമൂല്യമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോകണം. നിങ്ങളുടെ ശത്രുക്കളെല്ലാം നിങ്ങളോട് അടിയറവ് പറയും. നിങ്ങൾക്ക് ഉയർച്ചയുടെ സമയമാണ്. ഈ സമയത്ത് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം വിനിയോഗിക്കുക. നിങ്ങൾക്ക് ഈശ്വര ചൈതന്യം ഒരു കാരണവശാലും കുറയാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ അന്നേ ദിവസം സാധ്യമാവുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. പുലർച്ചെ ദർശനം നടത്തുന്നതാണ് ശുഭകരമായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ദൈവികമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുക. പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾക്ക് ഉയർച്ചകൾ കീഴടക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ പരാമർശിച്ച നക്ഷത്രക്കാരും അതോടൊപ്പം തന്നെ ഇത് കേൾക്കുന്ന എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു വലിയ തത്വമുണ്ട്. ജ്യോതിഷ ശാസ്ത്രത്തിൽ ഈ ദോഷങ്ങൾ എന്ന് പറയുന്നത് നമ്മെ ഭയപ്പെടുത്താൻ ഉള്ളതല്ല, നമ്മെ തളർത്താനോ മാനസികമായി വിഷമിക്കാനോ ഉള്ളതല്ല. നാം ജീവിതത്തിൽ എടുക്കേണ്ട മുൻകരുതലുകൾ അത് യഥാസമയത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പറഞ്ഞ ജ്യോതിഷ ശാസ്ത്രങ്ങൾ. വരാനിരിക്കുന്ന മഴയെക്കുറിച്ച് മുൻകൂട്ടി അറിയുമ്പോൾ നമ്മൾ കുടയെടുത്ത് സൂക്ഷിക്കുന്നത് പോലെ പ്രതിസന്ധികളെ കരുതലോടെ നേരിടാൻ അത് നമ്മെ പ്രാപ്തരാക്കുന്നു. ഈ മിഥുന മാസത്തിലെ കറുത്തവാവ് ദിവസം നാം ചെയ്യുന്ന ലളിതമായ ചില കാര്യങ്ങളിലൂടെ ഏതു വലിയ നെഗറ്റീവ് ഊർജ്ജത്തെയും പോസിറ്റീവ് ഊർജ്ജമാക്കി മാറ്റാൻ ഉറപ്പായിട്ടും നമുക്ക് സാധിക്കും. അതിനായി ഈ കറുത്തവാവ് ദിവസം പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി നിങ്ങളുടെ ഇഷ്ടദേവതയെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പൂർണ്ണമായ സമർപ്പണത്തോടെ വേണം പ്രാർത്ഥിക്കാൻ.
അതുപോലെ തന്നെ നിങ്ങളുടെ വീടിനോട് ചേർന്നുള്ള ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ പോയി നിങ്ങളെ കൊണ്ടാവുന്ന ഏതെങ്കിലും ചെറിയ പുഷ്പാഞ്ജലികളോ അതുപോലുള്ള ചെറിയ വഴിപാടുകളോ ചെയ്യുക. അത് നിങ്ങളെ വളരെ ഉത്തമമായി സ്വാധീനിക്കും. നിങ്ങൾക്കത് ശുഭകരമായി തീരും. അങ്ങനെയാകുമ്പോൾ ഈ ദിവസങ്ങളിലെ ആ ദോഷത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ അത് ഉറപ്പായിട്ടും നിങ്ങളെ സഹായിക്കും. ഈശ്വരവിശ്വാസവും സൽക്കർമ്മങ്ങളും കൈമുതലായുള്ള ഒരു വ്യക്തിക്ക് മുന്നിലും ഗ്രഹദോഷങ്ങൾ വഴിമാറും എന്നതാണ് സത്യം. നമ്മുടെ ചിന്തകൾ ശുദ്ധമായിരിക്കുമ്പോൾ പ്രപഞ്ചത്തിലെ നല്ല ഊർജം നമ്മളിലേക്ക് ഒഴുകിയെത്തും. നെഗറ്റീവ് ചിന്തകളെ പൂർണ്ണമായി ഉപേക്ഷിക്കുക. ഈശ്വരനിൽ ഭാരമേൽപ്പിക്കുക. ചുരുക്കി പറഞ്ഞാൽ നല്ല ഈശ്വര പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒട്ടുമിക്ക എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുമെന്ന് തന്നെ പറയാം. നിങ്ങളുടെ എവരുടെയും ജീവിതത്തിൽ നിന്ന് എല്ലാ ദുഷ്ടശക്തികളും അകന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും സമ്പത്തും ഐശ്വര്യവും നൽകട്ടെ എന്ന് നാം ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക.